പോളിയെത്തിലീൻ ഇസ് എ സിംപ്ലസ്റ്റ് ഹൈഡ്രോകാർബൺ പോളിമർ. ലൈറ്റ് വെയ്റ്റ് ആണ്, തെർമോപ്ലാസ്റ്റിക് ആണ്. സ്ട്രക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്, CH2 N ടൈംസ്. ദെൻ മോണോമർ ആയിട്ടുള്ള എത്തിലീൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നാണ് പറയുന്നത്. പെട്രോളിയം പ്രോഡക്ട്സിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള ഫ്രാക്ഷൻസിനെ ക്രാക്ക് ചെയ്ത് കണ്ട്, അതായത് ഈഥേൻ പ്രൊപ്പൈൻ ഹൈഡ്രോ കാർബൺസിനെ കറ്റാലിറ്റിക് ഡിഗ്രഡേഷൻ വഴിയോ ഡീഹൈഡ്രോജനേഷൻ വഴിയാണ് എത്തിലീന് ഫോം ചെയ്യിക്കുന്നത്. ഈ എത്തിലീന് റൂം ടെമ്പറേച്ചറിൽ ഗ്യാസ് ആയിരിക്കും. അതിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് -104°C. ദെൻ 2 ടൈപ്സ് പോളിയെത്തിലീൻ ഉണ്ട്, ലോ ഡെൻസിറ്റി ആൻഡ് ഹൈ ഡെൻസിറ്റി. അതിൽ ലോ ഡെൻസിറ്റി പോളിയെത്തിലീൻ കൺസിസ്റ്റ് മോളിക്യൂൾ വിത്ത് ബ്രാഞ്ചസ് അടങ്ങിയിട്ടുള്ള മോളിക്യൂൾ ആയിരിക്കും അതിൽ അടങ്ങിയിട്ടുണ്ടാവുക. ദെൻ ഹൈ ഡെൻസിറ്റി പോളിയെത്തിലീൻ ലീനിയർ ആയിരിക്കും. ദെൻ ഓരോന്നും നമുക്ക് നോക്കാം. ഫസ്റ്റ് ലോ ഡെൻസിറ്റി പോളിയെത്തിലീൻ, LDPE. പോളിമറൈസേഷൻ ഓഫ് എത്തിലീൻ ഇൻ ദ പ്രസൻസ് ഓഫ് ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. ഇതിൽ പ്രഷർ പറയുന്നത് 1000 to 3000 ബാർ അല്ലെങ്കിൽ 1500 ATM. ടെമ്പറേച്ചർ റേഞ്ച് പറയുന്നത് 180 to 250°C. ദെൻ എത്തിലീൻ്റെ പോളിമറൈസേഷൻ ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്മോൾ ക്വാണ്ടിറ്റി ഓക്സിജൻ എനഫ് ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു ഇനീഷ്യേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പെറോക്സൈഡ്സ്, ഹൈഡ്രോ പെറോക്സൈഡ്സ് ആൻഡ് എസോ കോമ്പൗണ്ട്സ്. ദെൻ പോളിമറൈസേഷൻ സൊല്യൂഷൻ ഓർ ബൾക്ക് പോളിമറൈസേഷൻ ടെക്നിക്ക് വഴി ചെയ്യാം. ദെൻ നമ്മൾ LDPE നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, മോളിക്യൂൾസ് വിത്ത് ബ്രാഞ്ചസ് ആണെന്ന്. ഈ ബ്രാഞ്ചിങ് ഒക്കർ ചെയ്യുക പോളിമറൈസേഷൻ പ്രോസസ്സിൻ്റെ അടിയിലാണ്. അതൊന്നില്ലെങ്കിൽ ഇൻ്റർമോളിക്കുലാർ ചെയിൻ ട്രാൻസ്ഫർ റിയാക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇൻട്രാമോളിക്കുലാർ ചെയിൻ ട്രാൻസ്ഫർ റിയാക്ഷൻ വഴി ആയിരിക്കും ബ്രാഞ്ചിങ് ഒക്കർ ചെയ്യുക. ജസ്റ്റ് അതിൻ്റെ ചെയിൻ ട്രാൻസ്ഫർ അവിടെ കാണിച്ചിട്ടുണ്ട്, ഇൻ്റർമോളിക്കുലാറും ഇൻട്രാമോളിക്കുലാറും. ദെൻ LDPEയുടെ പ്രോപ്പർട്ടീസ് നോക്കാം. 40% ക്രിസ്റ്റലൈൻ ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഡെൻസിറ്റി 0.91 to 0.92 g/cm³ ആണ്. അതുപോലെ തന്നെ റൂം ടെമ്പറേച്ചറിൽ ഒരു സോൾവെൻറ്റിലും ഇത് ഡിസോൾവ് ചെയ്യില്ല, പക്ഷേ ഹൈ ടെമ്പറേച്ചറിൽ പല സോൾവെൻറ്റിനും ഡിസോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ലോ കോസ്റ്റ് പോളിമറാണ് വിത്ത് ഗുഡ് പ്രോസസബിലിറ്റി. അതുപോലെ തന്നെ എക്സലൻ്റ് ഇലക്ട്രിക്കൽ ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. അതുപോലെ തന്നെ ആൽക്കഹോൾ, ഡൈല്യൂട്ട് ആൽക്കലി, ആസിഡ് ഇതിനൊക്കെ റെസിസ്റ്റൻസ് ആണ്. വെരി ലോ വാട്ടർ അബ്സോർപ്ഷൻ കപ്പാബിലിറ്റി ആണുള്ളത്. അതുപോലെ തന്നെ ട്രാൻസ്പാരൻ്റ് ആയിരിക്കും തിൻ ഫോമിൽ. ദെൻ LDPEയുടെ യൂസസ് ആണ് പറയുന്നത്. പാക്കേജിങ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രോസൺ ഫുഡിൻ്റെ റാപ്പിങ്ങിൽ, ടെക്സ്റ്റൈൽ പ്രോഡക്ട്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ LDPE വെച്ചിട്ടുള്ള പൈപ്പ്സൊക്കെ അഗ്രികൾച്ചർ ഇറിഗേഷനും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് വാട്ടർ ലൈൻ കണക്ഷനൊക്കെ യൂസ് ആക്കുന്നുണ്ട്. പിന്നെ ഇലക്ട്രിക് വയറിന് ഇൻസുലേഷനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ദെൻ ഹൈ ഡെൻസിറ്റി പോളിയെത്തിലീൻ HDPE 2 മെത്തേഡ്സിലാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ പറയുന്നത്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോർഡിനേഷൻ പോളിമറൈസേഷൻ ഓഫ് എത്തിലീൻ. അവിടെ സീഗ്ലർ നാറ്റ കാറ്റലിസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്, അതായത് ടൈറ്റാനിയം ടെട്രാക്ലോറൈഡും ട്രൈ ഈഥൈൽ ക്രോമിയവും. ദെൻ സെക്കൻഡ് മെത്തേഡിൽ പോളിമറൈസേഷൻ ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത് മെറ്റൽ ഓക്സൈഡ് കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ. അവിടെ ക്രോമിയം മോളിബ്ഡനോ ഓക്സൈഡാണ് മെറ്റൽ ഓക്സൈഡ് കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ അലുമിന സിലിക്ക ബേസസിൻ്റെ പ്രസൻസിൽ. ദെൻ ഈ 2 മെത്തേഡ് ആണെങ്കിലും ലോ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറിലാണ് ഇത് ക്യാരിഡ് ഔട്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് HDPEയുടെ പ്രോപ്പർട്ടീസാണ് പറയുന്നത്. 90% ക്രിസ്റ്റലൈൻ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ഡെൻസിറ്റി 0.965 g/cm³ ആണ്. ദെൻ മെൽറ്റിംഗ് പോയിൻറ്റ് പറയുന്നത് 144 to 150°C ആണ്. ഈ കൺസിഡർ ചെയ്യുമ്പോൾ HDPE ഒന്നും കൂടി സ്റ്റിഫറാണ്. അതുപോലെ തന്നെ ടെൻസൈൽ സ്ട്രെങ്ത് ഹൈ ആണ്, ഹാർഡ്നെസ് ഉണ്ട്. ദെൻ LDPEനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് HDPE ഒന്നും കൂടി സ്റ്റിഫറാണ്. അതുപോലെ തന്നെ ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ഉണ്ട്, ഹാർഡ്നെസ് ഉണ്ട്. അതുപോലെ തന്നെ കെമിക്കലി റെസിസ്റ്റൻ്റ് ആണ് LDPEനേക്കായും. ദെൻ ലോവർ ഗ്യാസ് പെർമിയബിലിറ്റി ആണ്, ലോ കോസ്റ്റ് പോളിമർ വിത്ത് ഗുഡ് പ്രോസസബിലിറ്റി ആൻഡ് എക്സലൻ്റ് ഇലക്ട്രിക്കൽ ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി. നെക്സ്റ്റ് HDPEയുടെ യൂസസ് ആണ് പറയുന്നത്. മാനുഫാക്ചർ ഓഫ് ടോയ്സ്, ബോട്ടിൽസ് ആൻഡ് അതർ ഹൗസ് ഹോൾഡ് ആർട്ടിക്കിൾസ്, ഇൻഡസ്ട്രിയൽ ബൾക്ക് കണ്ടെയ്നേഴ്സ് ഇതിലൊക്കെ മാനുഫാക്ചറിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റോപ്സിൽ, ഫിഷിംഗ് ആൻഡ് സ്പോർട്ട് നെറ്റ്സ് ഫോർ അഗ്രികൾച്ചർ യൂസ് ഇതിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡെക്കറേറ്റീവ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഫാബ്രിക്സിലൊക്കെ HDPE യൂസ് ചെയ്യുന്നുണ്ട്.